മനുഷ്യരായ നമ്മൾ ദുർബലമായ ഒരു അവസ്ഥയിൽ നിന്ന് അല്ലാഹു തആല നമ്മളെ സൃഷ്ടിച്ച് സംവിധാനിച്ച് ഈ രൂപത്തിലേക്ക്. അല്ലാഹു തആലാന്റെ ഒരു ഖുദ്റത്ത് നമ്മുടെ സൃഷ്ടിപ്പിലൂടെ അല്ലാഹു തആല നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. എല്ലാ മനുഷ്യരെയും മനുഷ്യന്റെ സൃഷ്ടിപ്പിലൂടെ, ആ സൃഷ്ടിപ്പിന്റെ വിവിധ ഘട്ടങ്ങളിലൂടെ അല്ലാഹു തആലാന്റെ ഖുദ്റത്തിനെ അല്ലാഹു തആല ബോധ്യപ്പെടുത്തുകയാണ്. അല്ലാഹുല്ലദീ ഖലഖകും മിൻ ളഅഫിൻ, ദുർബലമായ ഒരു വസ്തുവിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചവനാണ് അല്ലാഹു. വളരെ ദുർബലം, ബലഹീനമായ ഒരു വസ്തു. പിന്നെ ആ ബലഹീനമായ വസ്തുവിന് ശക്തിയും രൂപവും ഭാവങ്ങളൊക്കെ നൽകിയിട്ട് പരിവർത്തനം നൽകി അല്ലാഹു തആല വിവിധ ഘട്ടങ്ങളിലേക്ക് അതിനെ മാറ്റി. അല്ലാഹു തആലാന്റെ ഖുദ്റത്ത് എത്ര വലുതാണ്! റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഖുദ്റത്ത് പോലെ, അല്ലാഹു തആലാന്റെ ഖുദ്റത്ത് പോലെ മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന്, ആണിന്റെയും പെണ്ണിന്റെയും ശരീരത്തിൽ നിന്ന് ഈ പറയുന്ന രൂപത്തിലുള്ള നുത്ഫത്ത് സ്വീകരിച്ചുകൊണ്ട് പരിവർത്തനം വരുത്താൻ വേണ്ടി ഉദ്ദേശിച്ചിരുന്നു കുറെ ആളുകൾ. എന്നിട്ട് അങ്ങനെ ഒരു ശിശുവിനെ ക്രമീകരിച്ച് ഉണ്ടാക്കിയെടുക്കാം എന്നവർ പറഞ്ഞു. ഇനി സൂക്ഷ്മമായിട്ട് അങ്ങനെ ചെയ്താലും അതിന്റെ ആ ഒരു പ്രധാനപ്പെട്ട ആ അടിസ്ഥാന തലം അത് സൃഷ്ടിച്ചതാരാ? അല്ലാഹു തആല. രൂപകൽപ്പന നൽകിയിട്ട് അതൊന്നും ഉണ്ടാക്കാൻ കഴിയും? വിവിധ വളമൊക്കെ ചേർത്തിട്ട് നുത്ഫത്ത്, പുതിയ മോഡൽ, ഇന്ത്യൻ നിർമ്മിതമായ ഒരു നുത്ഫത്ത്, ജാപ്പാൻ നിർമ്മിതമായ ഒരു നുത്ഫത്ത്, ഇങ്ങനെ അല്ല. ഇനിയിപ്പോ അങ്ങനെയാണ് പറയണമെങ്കിൽ എല്ലാം കൂടി മനുഷ്യൻ തന്നെയാണ് എന്ന് പറയണമെങ്കിൽ, മനുഷ്യനാണ് ഒക്കെ എന്ന് പറയണമെങ്കിൽ മൊത്തം. ഇപ്പൊ ആൾക്കാരൊക്കെ ഈ റോബോട്ട് കാണുമ്പോഴേക്ക് ആൾക്കാരൊക്കെ വല്ല അജബോടെ നോക്കുന്ന, ആ അജബോടെ നോക്കുന്ന ആൾക്കാരെ കാണുമ്പോ എനിക്ക് ചിരി വരിക. മനുഷ്യന്മാരെന്തിനാണ് ഈ യന്ത്രം കാണുമ്പോ അങ്ങനെ അജബോടെ നോക്കുന്നത്? മനുഷ്യന്റെ ശരീരത്തിൽ തന്നെ ചിന്തിക്കാനും പഠിക്കാനും എത്രമാത്രം തലങ്ങൾ അല്ലാഹു തആല സന്നിവേശിപ്പിച്ചിട്ടുണ്ട്. അതൊന്നും ആലോചിച്ചൂടെ മനുഷ്യന്? മനുഷ്യന്റെ ശരീരത്തിലേക്ക് തന്നെ നോക്കൂ. എത്രമാത്രം കാര്യങ്ങൾ അവന്റെ ശരീരത്തിൽ. സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖി വഫി അൻഫുസിഹിം, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നമ്മൾ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്നു. പ്രാപഞ്ചിക ലോകത്ത്, ഭൂമിയിലും ആകാശത്തിലും ബഹിരാകാശങ്ങളിലും പലയിടങ്ങളിലും. അവിടെ മാത്രല്ല, വഫി അൻഫുസിഹിം, അവരുടെ ശരീരങ്ങളിലും. നമ്മുടെ ശരീരങ്ങളിൽ എത്രമാത്രം അടയാളങ്ങളുണ്ട്! അള്ളാഹുവിനെ മനസ്സിലാക്കാനും ചിന്തിക്കാനും എത്രമാത്രം അടയാളങ്ങളുണ്ട് സഹോദരങ്ങളെ.